ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് നല്ല പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഒന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചീസ് ഫില്ല് ചെയ്ത് ഉണ്ടാക്കുകയാണ്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. മറ്റൊന്ന് നമ്മൾ മുട്ടയും ബ്രെഡും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി മുട്ടയും ബ്രെഡും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒന്നാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 2 സവോള, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മുട്ട ഉണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ളൊരു കണക്കാണ് കേട്ടോ പറയുന്നത്. സവോള വഴണ്ടി വരുമ്പോൾ പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരകം പൊടിച്ചത്, ഉപ്പ് ഇത്രയാണ് കേട്ടോ മസാലകൾ ചേർക്കുന്നത്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം. ബാക്കി വരുന്ന ബ്രെഡിൻ്റെ ഭാഗം കൊണ്ട് നമുക്കിത് മുക്കി പൊരിക്കാനുള്ള ബ്രെഡ് ക്രംസ് റെഡിയാക്കിയെടുക്കാം. ഇനി മുട്ട ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ ഒരു ചെറിയൊരു പീസ് കൂടെ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ സൈഡിൽ മൈദയുടെ പേസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി വേറൊരു ബ്രെഡ് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ സൈഡ് സീൽ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ പൊരിക്കില്ലേ, അതുപോലെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ പാലുകൂടി ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത ശേഷം അടിച്ചു പതപ്പിച്ച് അതിലേക്ക് മുക്കി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ രൂപത്തിലേക്കായില്ലേ. സൈഡൊക്കെ ഇതുപോലെ തന്നെ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണേ. നല്ല ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആ സവോള ഒന്ന് വഴറ്റിയെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്തത് കുറച്ച് ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് ബോൾസാണ്. അപ്പോൾ അതിനായിട്ടൊരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ സവോള എരിഞ്ഞതും കുറച്ച് മല്ലിയില, ഇത്രയും മല്ലിയില ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പൊടികൾ, ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 സ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചീസാണ് കേട്ടോ. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ചീസ് ക്യൂബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂബ് ഈ ഒരു വലിപ്പത്തിലുള്ള ക്യൂബായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചീസ് ഉപയോഗിക്കാം. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള കുറച്ച് ബ്രെഡ് ക്രംസാണ് നമുക്ക് വേണ്ടത്. അടുത്തത് കോൺഫ്ലോർ, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് കലക്കിയെടുത്ത് വെക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നല്ലത്. അപ്പോൾ പുറം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇനി കയ്യിൽ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്ത ശേഷം ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചീസ് ഫില്ല് ചെയ്ത ശേഷം ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും നമ്മൾ വറുക്കുന്ന സമയത്ത്. ഇനി ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ വറുക്കുന്ന പോലെ തന്നെ ആ കോൺഫ്ലോറിൻ്റെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയ ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതല്ലേ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും വെന്ത് കിട്ടാനൊന്നുമില്ല. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ അതുപോലെ ആ ചീസൊക്കെ നന്നായിട്ട് ഉരുകിയിരിപ്പുണ്ടാവും. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്